ഇപ്പോൾ ഭീമാപള്ളിയിൽ ഗവർണർ ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഗവർണർ അടക്കം നിരവധി പ്രമുഖരാണ് ഇന്ന് ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വിവിധ കേന്ദ്രത്തിലെത്തുന്നത്. പരീക്ഷണങ്ങളെ അതിജീവിക്കുമ്പോഴാണ് വിശ്വാസികളെ ഈമാനിന്റെ നട്ടലുണ്ടാകുന്നത്. ബുദ്ധി ചെയ്യുമ്പോഴാണ് മറ്റൊന്ന് വളരുന്നതെന്ന് പറയുന്ന പോലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുന്ന ഘട്ടങ്ങളിലൂടെയാണ് ഈമാനിന്റെ വളർച്ച നമ്മളിൽ ഉണ്ടാകുന്നതെന്ന് പഠിപ്പിക്കുകയാണ് സീതായി. അള്ളാഹു ഒരു മൃഗത്തെ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യരും നരബലി നടത്തരുത് എന്നാണ്. നരബലിയെ അള്ളാഹു തടയുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചിലർ അങ്ങനെ ബലിദാനം എല്ലാ മതങ്ങളിലും ഉണ്ടാകും. ഞാൻ സ്വമേധയാ ബലിയാകുന്നു എന്ന് യേശു പറഞ്ഞിരുന്നു. ആശ്രഭാരത ചരിത്രത്തിൽ കൃത്യമായ അതിനെ സംബന്ധിച്ചുള്ള വർത്തമാനങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ ഭീമാപള്ളിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നമസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കോഴിക്കോട്ടെ കാര്യങ്ങൾ കൂടി നോക്കി വരാം. കോഴിക്കോട് നിന്ന് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ് എവിടെയാണ് നിൽക്കുന്നത്? അവിടെ ഈദ്ഗാഹുകളൊക്കെ പുരോഗമിക്കുകയാണോ? എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? മലബാർ മേഖലയിൽ ഏറെ പ്രാധാന്യത്തോടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. തിരുവനന്തപുരം ചന്ദ്രശേഖര സ്റ്റേഡിയത്തിലടക്കം ഭീമാപള്ളിയിലും മറ്റും ഈദ്ഗാഹുകളുണ്ട്. നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ത്യാഗസ്മരണയിൽ ആഘോഷിക്കുന്ന ബലിപെരുന്നാൾ അത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങായി മാറുകയാണ് ഇസ്ലാം മത വിശ്വാസികൾക്ക്. സരോവരം ജുമാ മസ്ജിദിലാണ് കോഴിക്കോട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. അത് ഒരുപാട് നിരവധി വിശ്വാസികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. പാളയം പള്ളിയിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി കാണാം. ഡൽഹിയിലെയും ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഭീമാപള്ളിയിൽ ഈദ്ഗാഹ് ആഘോഷിക്കുന്നു. മലപ്പുറത്തും ഏറെ പ്രാധാന്യത്തോടെ മലപ്പുറത്തും ഈദ്ഗാഹ് ആരംഭിച്ചിട്ടുണ്ട്. സരോവരം ജുമാ മസ്ജിദിലെ നമസ്കാര ചടങ്ങുകളുടെ ഒക്കെ വിശേഷങ്ങളിലേക്ക് പോകാം. വിനേഷ് കുമാർ അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. വിനേഷ്, ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ പെരുന്നാൾ ആശംസകൾ. എങ്ങനെയാണ് അവിടുത്തെ ആഘോഷങ്ങൾ? നമസ്കാര ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? മഴ ഒരു തടസ്സമായി മാറുന്നുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? രഞ്ജിനി, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇവിടെ അല്പസമയം മുമ്പാണ് പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത്. പ്രധാനമായും നമുക്കറിയാം, സാധാരണ കടപ്പുറത്താണ് വലിയ ഈദ്ഗാഹ് നടക്കാറുള്ളത്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഈദ്ഗാഹ് നടത്താറുണ്ട് ഒട്ടുമിക്ക സംഘടനകളും. പക്ഷേ ഇത്തവണ കനത്ത മഴയാണ് രാവിലെ മുതൽ. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ഹാളുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോൾ ഞാനുള്ളത് സരോവരം പള്ളിയിലാണ്. സരോവരം ജുമാ മസ്ജിദാണ് ഉള്ളത്. ഇവിടെയും 2 ഹാളുകളിലായാണ് ആളുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. താഴത്തെ ഹാളിൽ സ്ത്രീകളും മുകളിൽ പുരുഷന്മാരുമാണ്. അങ്ങനെ 2 തരത്തിലാണ് ഉള്ളത്. ഇങ്ങനെയാണ് മിക്ക സ്ഥലങ്ങളിലും പള്ളികളിലെല്ലാം തന്നെ. മാത്രമല്ല, ഈ മർക്കസ് പള്ളി അതുപോലെ തന്നെ കുറ്റിച്ചിറ പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പെരുന്നാൾ നമസ്കാരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇവിടെ ഇപ്പൊ ഞാനുള്ള സരോവരം മസ്ജിദിലാണ്. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സരോവരം ജുമാ മസ്ജിദിലാണ് വിനേഷ് ഉള്ളത്. അവിടെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അടക്കം നമസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നമസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം ഭീമാപള്ളിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നമസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. അങ്ങനെ എല്ലായിടങ്ങളിലും പ്രമുഖരടക്കം ഇത്തരത്തിൽ നമസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. 7:00 എല്ലായിടങ്ങളിലും നമസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാമിന്റെ ഈദ് സന്ദേശമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മതമൈത്രിയുടെ സന്ദേശം എപ്പോഴും അദ്ദേഹം അങ്ങനെ അത്തരത്തിൽ നൽകാൻ ശ്രമിക്കാറുണ്ട്. ഈ സമയത്ത് നിരവധിയായ പ്രശ്നങ്ങൾ, രാജ്യത്ത് ഒരുപാട് വിഷയങ്ങൾ ഉള്ളപ്പോൾ അതിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വാക്കുകൾ എല്ലാവരും കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. നമുക്ക് കാണാം സാഹോദര്യത്തിൻ്റെ ഒപ്പം പരസ്പര സഹകരണത്തിൻ്റെ, സഹനത്തിൻ്റെ, ത്യാഗസ്മരണയുടെയൊക്കെ ഒരു വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ആയ ബലിപെരുന്നാൾ
വിശ്വാസികൾ ആഘോഷിക്കുകയാണ്. വിവിധ വ്യത്യസ്ത തലങ്ങളിലാണ്, അതായത് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു പെരുമ നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ബലിപെരുന്നാൾ ആഘോഷമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.